ലാഭബാധിതമായ മണിപ്പൂരിന്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ദിനം തുടരുകയാണ്. ഇംഫാൽ വെസ്റ്റിലെ സെഗ്മയിൽ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങിയത്. ഏറെ രക്തച്ചൊരിച്ചിലുണ്ടായ കാങ്പോക്പിയിൽ റോഡിലിറങ്ങി രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. കാങ്പോക്പിയിലെ പൊതുസമ്മേളനത്തിന് ശേഷം സേനാപതിയിലേക്ക് യാത്ര തുടങ്ങി. കർശന സുരക്ഷാ നിയന്ത്രണങ്ങൾക്കിടയിലൂടെയാണ് രാഹുലിന്റെ യാത്ര. വൈകിട്ടോടെ സംഘം നാഗാലാൻഡിൽ പ്രവേശിക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഇന്നലെ തന്നെ നിതിൻ അവിടെ മണിപ്പൂരിലാണുള്ളത്. ഈ യാത്രയ്ക്കൊപ്പം തന്നെയാണ് നിതിൻ ഉള്ളത്. നിതിൻ, ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ മണിപ്പൂരിലെ അവരുടെ പ്രശ്നങ്ങൾ അത് അവരെ കേൾക്കുകയാണ് തൻ്റെ യാത്രയുടെ ലക്ഷ്യമെന്ന്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് ഈ കലാപബാധിതമായ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര, അല്ലേ? തീർച്ചയായും യാത്ര ഇപ്പോൾ സേനാപതി പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും സേനാപതി ജില്ലയിലടക്കം രാഹുൽ ഗാന്ധിക്ക് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിച്ചിരുന്നു. കാങ്പോക്കിൽ നിന്ന് സേനാപതിയിലേക്കുള്ള യാത്രയിൽ റോഡിന്റെ ഇരുവശവും നിരവധി പേരാണ് രാഹുൽ ഗാന്ധിയെ കാണാനായി എത്തിയത്. കാങ്പോക്കിൽ രാഹുൽ ഗാന്ധി അല്പസമയം പദയാത്ര നടത്തുകയും ചെയ്തു. എന്തായാലും സേനാപതിയിൽ വലിയ തരത്തിലൊരു പിന്തുണ രാഹുൽ ഗാന്ധിക്ക് പ്രകടമായിരുന്നു. ഇത് മണിപ്പൂർ സർക്കാരിനുള്ള ഒരു മറുപടിയാണെന്നാണ് കെ സി വേണുഗോപാൽ നേരത്തെ 24 വ്യക്തമാക്കിയത്. എന്തായാലും ആളുകളെ കുറച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകാമെന്നായിരുന്നു നേരത്തെ മണിപ്പൂർ സർക്കാർ നൽകിയ നിർദ്ദേശം. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണാനായി യാത്രയിൽ ഉടനീളം നിരവധി പേർ റോഡിന്റെ ഇരുവശവും എത്തുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലൂടെയാണ് യാത്ര ഇന്ന് കടന്നുപോയത്. ഈ യാത്രയിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കായി നിരവധി പേർ ഇവിടെ എത്തി രാഹുൽ ഗാന്ധി അഭിവാദ്യം ചെയ്തു. ബസ്സിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. എന്തായാലും മണിപ്പൂർ സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം, പ്രധാനമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം സേനാപതിയിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. കലാപം തുടരുന്ന മണിപ്പൂരിൽ അത് മണിപ്പൂരിനെ മുറിമുടക്കാനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല പ്രധാനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം സന്ദർശിക്കാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. യാത്ര ഇന്ന് വൈകിട്ടോടെ തന്നെ നാഗാലാൻഡിൽ പ്രവേശിക്കും. നാഗാലാൻഡിലെ കൊഹിമയ്ക്ക് സമീപമാണ് യാത്ര ഇന്ന് സമാപിക്കുക. എന്തായാലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മണിപ്പൂർ കലാപം, അതോടൊപ്പം തന്നെ സർക്കാരിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി യാത്ര തുടരുന്നത്. കനത്ത സുരക്ഷാ വലയം മണിപ്പൂരിലെ ഈ കലാപബാധിത മേഖലകളിലൂടെ പോകുമ്പോൾ കനത്ത സുരക്ഷാ വലയം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തൗബാലിൽ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ വലിയ തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ കലാപം രൂക്ഷമായ കാങ്പോക്കിലൂടെ യാത്ര കടന്നുപോയി. റോഡിന്റെ ഇരുവശവും CRPF അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര അർദ്ധസൈനിക വിഭാഗം എല്ലാം തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ യാത്ര സേനാപതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ സേനാപതിയിൽ അല്പനേരം ഇടവേളയ്ക്ക് ശേഷം പിന്നീട് യാത്ര നാഗാലാൻഡിലേക്ക് പ്രവേശിക്കും. എന്തായാലും വൈകിട്ടോട് തന്നെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ സേനാപതിയിൽ എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.